ഇതെന്താ ഇത്? പതിവില്ലാതെ നല്ല ഇടിയും മിന്നലും വരുന്നുണ്ടല്ലോ. മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോഴെന്താ പെട്ടെന്നൊരു മഴ? കൊച്ചമ്മേ, മഴ വരുമെന്ന് തോന്നുന്നുണ്ട്. നല്ല ഇടിമിന്നലും ഉണ്ട്. മഴ വന്നാ വരട്ടെ. ഒരു കാരണവശാലും നമ്മൾ ഇവിടെ നിന്ന് മാറരുത്. അല്ല കൊച്ചമ്മേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? മകന്റെ ഇഷ്ടത്തെക്കാൾ വലുതല്ലല്ലോ നമുക്കുണ്ടാവുന്ന ഒരു കഷ്ടവും. നിനക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? തൃശ്ശൂൽ എന്റെയും കൂടെ മകനല്ലേ കൊച്ചമ്മേ, ഒരു കുഴപ്പമില്ല. നല്ല മഴയാ വരുന്നെന്ന് തോന്നുന്നല്ലോ. അവര് രണ്ടുപേരും ഇപ്പോഴും പുറത്തു തന്നെയാ. എന്തെങ്കിലും പറഞ്ഞ് അവര് രണ്ടുപേരെ അകത്ത് കയറ്റണം. അമ്മേ, നല്ല മഴ വരുന്നുണ്ട്. ദേവി ഇതകത്തേക്ക് വാ. ശിവാനി, നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? തൃശ്ശൂലിന്റെ ഭാര്യയായി ജീവിക്കാൻ നീ സമ്മതിച്ചോ മോളെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് എന്തിന്? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോയാ പോരെ? മഴ വരുന്നത് കൊണ്ട് അകത്തേക്ക് വരാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നിങ്ങളുടെ കൂടെ വരാമെന്നല്ല. എന്നുവെച്ചാ നിനക്ക് സമ്മതമല്ലെന്നാണോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. നീ സമ്മതിച്ചു ഞങ്ങളുടെ കൂടെ വരുന്നവരെ എന്തൊക്കെ വന്നാലും ഇവിടെ നിന്ന് ഞങ്ങൾ മാറില്ല. നിങ്ങൾ രണ്ടുപേരും എന്തിനാ വാശി കാണിക്കുന്നത്? മഴ നനഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ അവസ്ഥ എന്താ? ആരെയും കുറച്ചു പറയുന്നതല്ല ശിവാനി. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന്റെ സന്തോഷം കാക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. നിങ്ങളെ രണ്ടാളെ ഒന്നിപ്പിക്കേണ്ട കർത്തവ്യവും ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കണ്ണിൽ ഞാനും തൃശ്ശൂലും മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവരുടെ വയറ്റില് മറ്റൊരു ജീവൻ കൂടിയുണ്ട്. അത് നിങ്ങൾ മറന്നുപോയോ? മഴയും നനഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു പോയോ അത് ബാധിക്കുന്നത് ആ കുഞ്ഞിനെയല്ലേ? കൺമുന്നിൽ നടക്കുന്ന മകന്റെ ജീവിതം പോലും ഞങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല. ആദ്യം ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ, അത് കഴിഞ്ഞു മതി ഇപ്പൊ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പറ്റി ആലോചിക്കുന്ന കാര്യങ്ങളെല്ലാം. പുറം ലോകം അറിയാത്ത കുഞ്ഞിനെ പറ്റി ആലോചിക്കുന്നതല്ല ഇപ്പൊ പ്രധാനം. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മകന്റെ കാര്യം ശരിയാവട്ടെ. ശിവാനി, നീ ആലോചിച്ച് നോക്ക്. കല്യാണം എന്നത് ഒരു തവണ കഴിഞ്ഞാൽ പിന്നെ അതിനെ ധിക്കരിച്ച് ജീവിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് ഒരുപാട് കാലം ജീവിക്കേണ്ടവരാ. അതാദ്യം ആലോചിക്ക്. അല്ലാതെ മറ്റു കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പൊ ആലോചിക്കണ്ട മോളെ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ എന്റെ മനസ്സ് മാറില്ല, മാറില്ല, മാറില്ല. ഞങ്ങളും അങ്ങനെ തന്നെ. ഇവിടുന്ന് എന്തായാലും പോകില്ല, പോകില്ല, പോകില്ല. എത്ര പറഞ്ഞു കൊടുത്താൽ ഇവരുടെ വാശി മാറില്ല എന്ന് കരുതി എല്ലാം സമ്മതിച്ച് അവരുടെ കൂടെ ഞാൻ ഒരിക്കലും പോവില്ല. എന്താ മധു ഇത്? അവള് സമ്മതിക്കുന്ന പോലെ ഇല്ലല്ലോ. അവള് സമ്മതിക്കുന്നത് വരെ നമ്മൾ വിടരുത് കൊച്ചമ്മേ. എന്താന്ന് വെച്ചാ നടക്കട്ടെ. നമ്മൾ രണ്ടമ്മമാരും ഒന്നിച്ചുണ്ടല്ലോ. അവള് വരാന്ന് സമ്മതിക്കുന്നവരെ നമ്മൾ ഇവിടുന്ന് പോകാനും പാടില്ല. അയ്യോ, ഇന്നും മഴ പെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. ഇവരിങ്ങനെ പോയാ ഈ മഴ മുഴുവൻ നനയും. ഇനി ഞാൻ എന്താ ചെയ്യാ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പരമേശ്വര, അയ്യോ, മഴ പെയ്യാൻ തുടങ്ങിയല്ലോ. അവരാണെങ്കിൽ അകത്തേക്കും വരുന്നില്ല. അവര് നനയാൻ പാടില്ല. എന്താ ചെയ്യുക? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ?
എന്നെ വിശ്വസിച്ചവരെ ഞാൻ ഒരിക്കലും കൈവിടില്ല. അതിപ്പോ വെയിലാവട്ടെ മഴയാവട്ടെ, കൂടെ തന്നെ ഉണ്ടായിരിക്കും ഞാൻ. ദൈവം ഇതൊന്ന് മനസ്സിലാക്ക. മഴ കൂടി വരിക, നിങ്ങളൊന്ന് അകത്തേക്ക് വാ. മഴ നനഞ്ഞ് വെറുതെ ഒരൊന്നും വരുത്തി വെക്കണ്ട. ഞാൻ പറയുന്ന കേക്ക്. ഞാനും അത് തന്നെയാ പറയുന്നത്. നിങ്ങൾ രണ്ടാളും വേഗം ഒന്നിച്ച് ജീവിക്കാൻ നോക്ക്. എത്രയും പെട്ടെന്ന് അത് നടന്നേ പറ്റൂ. ശരിയാ മോളെ, ഇനിയും എന്തിനാ ഇതിങ്ങനെ വൈകിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെ തന്നെയുണ്ട്. ഇതുപോലുള്ള മഴയിൽ എത്രയെത്ര പ്രണയങ്ങൾ സഫലമായി തീർന്നിട്ടുണ്ടെന്നറിയോ? അതുപോലെ നിങ്ങളുടെ പ്രണയവും ഒന്നായി തീരട്ടെ. ഛെ, നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഞാൻ ഒരു കാരണവശാലും ഇവനെ അംഗീകരിക്കില്ല. ഞങ്ങളും അത്ര തന്നെ. ഇവിടെ നിന്ന് ഞങ്ങൾ അനങ്ങില്ല. ശിവാനി അങ്ങ് തിരിച്ചു പോയല്ലോ. എന്തൊരു വാശി അവൾക്ക്. ആരുടെയും വാക്ക് കേൾക്കുന്നേ ഇല്ലല്ലോ. ഞാനും അത് തന്നെ ആലോചിക്കുന്ന കൊച്ചമ്മേ. തൃശൂൽ, നീ എന്തിനാ വന്നത്? എന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നേ? നിങ്ങൾ മഴ നനഞ്ഞാലൊന്ന് കരുതി ഓടി വന്ന് കുട പിടിച്ചപ്പോ എന്തിനാ വന്നെന്ന് ചോദിക്കാണോ? നിനക്ക് അമ്മയോടുള്ള സ്നേഹം കൂടുതലാ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഓടി വന്നത്. നീ വരാതിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായേനെ. അതെന്താ? ഞങ്ങൾ രണ്ടാളും മഴ നനയുന്നത് കണ്ട് ശിവാനിയുടെ മനസ്സലിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ ചിലപ്പോ സമ്മതിച്ചിരുന്നെങ്കിലോ? ഓഹോ, ഇതാണോ കാര്യം? നിങ്ങള് ഇങ്ങനൊരു ആംഗിളിൽ ആലോചിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതിയതേയില്ല. നീയാണെങ്കിൽ താലി കെട്ടിയപ്പോ ഒന്നും ആലോചിച്ചതേയില്ല. ഞങ്ങളെങ്കിലും ഇങ്ങനെ ആലോചിക്കണമല്ലോ. തൃശൂർ, നീ ഞങ്ങൾക്ക് കുട പിടിച്ചു തന്ന് നീ മൊത്തം നനഞ്ഞോണ്ടിരിക്കുക. കുറച്ച് നീങ്ങി നിൽക്കേ. ചുമ്മാതിരി കൊച്ചമ്മേ, അവൻ കുറച്ചൊക്കെ മഴ നനയട്ടെ. അമ്മ വെറുതെ ബിൽഡപ്പ് കാണിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. തണുക്കുന്ന എന്നെ കൂടെ കൂട്ട്. എന്താ മതി ഇത്? അവൻ ഇങ്ങോട്ട് നീങ്ങി നിന്നോട്ടെ. ഇവനിങ്ങനെ നിൽക്കുന്നത് കണ്ടെങ്കിലും അവളുടെ മനസ്സൊന്ന് അലിയട്ടെ. അങ്ങനെയെങ്കിലും അവനോട് സ്നേഹം തോന്നട്ടെ. ഓ, അതായിരുന്നു ഐഡിയ. ആ, മഴ നിൽക്കുന്ന ലക്ഷണമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ അമ്മ, ഇരുട്ടായി തുടങ്ങിന്നേ എന്ന് കരുതി നീ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. മഴ കഴിഞ്ഞ ഉടനെ നീ തിരിച്ചു വീട്ടിലേക്ക് പോകും. രാത്രി ആയാലും ഞങ്ങൾ ഇവിടെ നിന്നോളാം. അല്ല, അപ്പൊ രാത്രിയിൽ ഇവിടെ തന്നെ നിൽക്കാൻ പോവാ? അതെ, ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടെങ്കിലും ശിവാനിയുടെ മനസ്സൊന്ന് അലിയട്ടെ. ഒരു പക്ഷെ അവള് വരാനെങ്ങാനും തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. ഓഹോ, നിങ്ങൾ രണ്ടമ്മമാര് സൂപ്പറാണ്. താങ്ക് യു അമ്മ. അമ്മമാരുടെ മക്കൾ എന്തിനാ താങ്ക്സ് പറയുന്നത്? മോനെ, എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവൂടാ. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ബ്രോ, ഇതെന്താ ഇത്ര പെട്ടെന്ന് വന്നങ്ങ് സെറ്റിലായോ? ഓഹോ, ഇനി മുതല് ഒരിക്കലും ഈ റൂമിലേക്ക് എൻട്രി ഉണ്ടാവില്ലെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും അല്ലേ? എന്ത്? ഈ റൂമിലേക്ക് ഇനി മുതൽ എൻട്രി ഉണ്ടാവില്ലെന്നോ? എന്ന് വെച്ചാ ഇത് എന്റെ ശിവാനിയുടെ റൂമല്ലേ. ഇനിയിപ്പോ ശിവാനി തിരിച്ചു വന്നു കഴിഞ്ഞാ ഞാനും ശിവാനും തമ്മിലുള്ള ദാമ്പത്യം തുടങ്ങിയാ പിന്നെ നീ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. എന്റെ കാൽക്കുലേഷൻ പ്രകാരം ഇനിയൊരു 2 ഡേയ്സില് ശിവാനി ഇവിടേക്ക് തിരിച്ചു വരും. അവൾ വന്നു കഴിഞ്ഞാ അവൾക്ക് എൻട്രിയും നിനക്ക് എക്സിറ്റും ആയിരിക്കും. പിന്നെ ബ്രോ, ഈ റൂമിൽ പിന്നെ ഞാനും ശിവാനിയും ഒരുമിച്ചായിരിക്കില്ലേ? ഞങ്ങൾക്ക് രണ്ടാൾക്കും പ്രൈവസി ഒക്കെ വേണ്ടേ ബ്രോ? ബ്രോ, ശിവാനി നീ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല. അവൾ ഈ വീട്ടിലേക്ക് വരാൻ ഒരിക്കലും സമ്മതിക്കില്ല. ബ്രോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവള് സമ്മതിച്ചില്ലെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നമ്മുടെ അമ്മമാരവിടെ ഉണ്ടെന്ന്. മേരാ പാസ് മാ ഹേ അമ്മ. ബ്രോ കണ്ടോ, 100% അവള് അമ്മമാരുടെ വാക്കിന് ഗ്രീൻ സിഗ്നൽ കൊടുത്തിരിക്കും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ? സംഭവിക്കുമെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ, പിന്നെന്തിനിങ്ങനെ മണ്ടത്തരം പറയുന്നത്? എന്റെ കാൽക്കുലേഷൻ പ്രകാരം ശിവാനി ഇപ്പൊ തന്നെ 20% ചാഞ്ഞു നിൽക്കായിരിക്കും. നാളെ ഒരു 40% കൂടി ചായും. മറ്റന്നാൾ പിന്നെ ഒരു 40. അങ്ങനെ 100% ആയല്ലോ. അതിന്റെ അടുത്ത ദിവസം ശിവാനി എന്റെ കൂടെ ഇവിടെ. തൃശൂൽ, കൊച്ചമ്മേ, ശിവാനിയുടെ മനസ്സ് പെട്ടെന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ശരിയാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് മധു.
കാത്തിരിക്കാം. ശിവാനിയുടെ മനസ്സ് ഉറപ്പായിട്ട് മാറി അവള് വരും. ഒരു സാധ്യതയുമില്ല. എന്റെ തീരുമാനം ഒരു കാരണവശാലും മാറില്ല. എന്റെ പ്രണയം നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊരുത്തരൊപ്പം എനിക്ക് എങ്ങനെ ജീവിക്കാനാവും? ഇവര് രണ്ടുപേരും എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? അവർ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ല. പോരാത്തതിന് മുഴുവൻ മഴയും നനഞ്ഞു. അകത്തേക്ക് വരാൻ പറഞ്ഞിട്ടും ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. വീട്ടിലേക്ക് വരാൻ പറഞ്ഞ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് വരെ അകത്തേക്കും വരില്ലെന്ന് പറയുന്നു. അവരാണെങ്കിൽ ഇപ്പൊ ഗർഭിണിയുമാണ്. അവർക്കെന്തെങ്കിലും പറ്റിയ പിന്നെ ഇല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഇനി എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവര് നിൽക്കുന്നിടത്തേക്ക് എന്തെങ്കിലുമൊക്കെ എത്തിക്കാന്ന് വിചാരിച്ച എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ശക്തികളൊന്നും ഇപ്പൊ എന്റെ കൂടെയില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇല്ല, എത്രയും പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അവരെ അകത്തെത്തിക്കാൻ ഒരു മാർഗം കണ്ടെത്തണം. പിന്നീട് എന്തുണ്ടായാലും അപ്പ ആലോചിക്കാം. നിങ്ങൾ എന്നോട് ക്ഷമിക്ക്. ഞാൻ നിങ്ങളുടെ മേലെ ശക്തി പ്രയോഗിച്ച അകത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ രാത്രി മുഴുവൻ നിങ്ങൾ പുറത്തു തന്നെ നിന്നു കഴിഞ്ഞ പിന്നെ നിങ്ങളുടെ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. എന്നുവെച്ച് നിങ്ങളുടെ വാക്കും കേട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. ക്ഷമിക്കൂ. ഈ ഒരു രാത്രി നിങ്ങൾ അകത്ത് തന്നെ കിടന്നുറങ്ങും. ശിവാനി, ഇതെന്താ ഇത്? ഇവരകത്തേക്ക് എങ്ങനെയാ വന്നത്? അവരായിട്ട് തന്നെ വന്നത്. അങ്ങനെയാണെങ്കിൽ നീ അവരുടെ കൂടെ പോകാമെന്ന് സമ്മതിച്ചോ? തൃശൂലിനെ ഭർത്താവായി സ്വീകരിക്കാൻ പോവാണോ? ഒരു സാധ്യതയുമില്ല. പിന്നെ നീ സമ്മതിക്കാതെ അവരകത്തേക്ക് വരില്ല എന്നല്ലേ പറഞ്ഞേ? പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അവരായിട്ട് തന്നെ വന്നു. മായ ഇപ്പോ ഒരുപാട് ആലോചിക്കൊന്നും വേണ്ട. രാത്രിയായില്ലേ, നീയും കിടക്കാൻ നോക്ക്. ബ്രോ 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 ഇത് എങ്ങോട്ടേക്കാ പോകുന്നേ? ഓ, ഇപ്പൊ തന്നെ റൂം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണോ? സൂപ്പർ. എന്തായാലും നീ സ്വയം തോറ്റോന്ന് സമ്മതിച്ചല്ലോ. ഞാൻ എന്തിനാ തോൽവി സമ്മതിക്കുന്നത്? ശിവാനി ഇവനെ സ്വീകരിച്ചിട്ടില്ല. ജയിക്കാൻ പോകുന്ന ഞാൻ തന്നെ. ഞാൻ ഇവിടെ തന്നെ കിടക്കും. ബ്രോ, ഇതെന്താ പിന്നെ തിരിച്ചു വന്നേ? ഓ, ഇന്നൊരു ദിവസം കൂടി ഇവിടെ കിടക്കാമെന്നായിരിക്കുമല്ലേ? ശരി, ഓക്കെ, കിടന്നോ. ഇന്നല്ല നാളെയും കൂടി കിടന്നോ. പക്ഷേ മറ്റന്നാൾ നടക്കില്ല കേട്ടോ ബ്രോ. തൃശ്ശൂർ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? ശിവാനിയും എന്റെ അടുത്തില്ല. ഞാൻ ശിവാനിയല്ല. അതെനിക്കറിയാം ബ്രോ. വെറുതെ ഒന്ന് ഫീൽ ചെയ്തതല്ലേ. അല്ല, ശിവാനി ശരിക്കും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഗ്യാപ്പ് കൊടുക്കുന്ന ബ്രോ. ഞാനും ശിവാനിയും. ഗുഡ് നൈറ്റ്. ബ്രോ, ഉറങ്ങിയായിരുന്നോ? ശരി, ഓക്കെ.
ശിവാനി സ്വപ്നത്തിലെങ്കിലും വന്നാ മതിയായിരുന്നു. ഹായ് ഡാർലിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷം? കല്യാണം കഴിഞ്ഞ് ഭാര്യ വരെ ആയില്ലേ, എന്നിട്ടും എന്നെ ഡാർലിംഗ് എന്ന് വിളിക്കുവാണോ? ഭാര്യ ഉണ്ടെങ്കിൽ എന്താ അമ്മേ, എന്നായാലും നിങ്ങൾ എന്റെ ഡാർലിംഗ് തന്നെയാ. മതി മതി, ഒരുപാടങ്ങ് സുഖിപ്പിക്കല്ലേ. എവിടെയുണ്ട് നീ ഇപ്പോ? ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. ശരി, നീ വേഗം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോ. ബ്രേക്ക്ഫാസ്റ്റോ? എന്റെ ഭാര്യ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നില്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ തന്നെ ഫോൺ വെച്ചിട്ട് അവിടെ നല്ല വഴക്ക് പറയാം. മോനെ, നിന്നെ കുറിച്ച് എനിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ. നീ ഇപ്പൊ അവളെ ഫോൺ ചെയ്താലേ വഴക്ക് പറയുന്നത് നീയായിരിക്കില്ല, അവള് നിന്നെ ആയിരിക്കും. അവളുടെ വായിരിക്കുന്നൊക്കെ കേൾക്കണമെന്ന് നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണോ? അങ്ങനെയൊന്നുമില്ല അമ്മേ. അവള് മരുമകളാന്ന് സമ്മതിച്ച് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരുന്നത് വരെ ഞങ്ങൾ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. അതുകൊണ്ട് നീ ഞങ്ങൾക്കെല്ലാം അവിടുന്ന് തന്നെ കൊണ്ടുപോവാ. അതാണ് കാര്യം. ശരി, ഞാൻ ഇവിടുത്തെ ജോലിക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാം. ജോലിക്കാരുടെ കയ്യിലോ? നിനക്കെന്താ വന്നാ? നീ തന്നെ വന്നാ മതി. ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാ ശിവാനി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാ എനിക്ക് ശിവാനിയെ കാണണം, അവളോട് സംസാരിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടാർലിംഗ്. എടാ മോനെ, അതൊക്കെ ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ. നിനക്ക് നിന്റെ ഭാര്യയെ കാണണമെന്നും അവളോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ തന്നെ ചെയ്തത്. അങ്ങനെയാണോ ഡാർലിംഗ്? സൂപ്പർ. എനിക്കിതൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലായത്. ആ മതി മതി, സന്തോഷത്തിൽ മതി മറന്ന് അവിടെ തന്നെ നിൽക്കാതെ വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. നോക്കിക്കോ, കണ്ണടച്ചു തുറക്കുന്ന സമയം മതി എനിക്ക്. ഞാൻ അവിടെ ഉണ്ടാവും. ശരി മോനെ. നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ ഒന്ന് ശിവാനി മനസ്സിലാക്കരുത്. മനസ്സിലാക്കിയ അത് മൊത്തം പ്രശ്നമാവും. ഓക്കെ അല്ലേ? ആ ശരി. ഇതെന്താ സംഭവം? രണ്ടമ്മമാരും കാണുന്നില്ലല്ലോ, എവിടെ പോയി?